ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കുടുംബ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹായ്. അപ്പോൾ ഇന്ന് എറണാകുളത്തെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് ഭയങ്കര ഗംഭീരമായ സംഭവങ്ങളൊന്നുമില്ല. എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട്. നമ്മൾ വീട് ഇവിടെ റെൻറ്റിന് എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടോട്ട് പോകാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ഒന്നടിച്ച് കുളിച്ച് ഫ്രഷായി ഞാൻ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കൂടിയിട്ടുള്ളൊരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ വന്ന പേടകം. ഇങ്ങനത്തെ വണ്ടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓഫീസിലൊന്ന് പോകണമായിരുന്നു. നേരത്തെ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓഫീസിൽ കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേന് ഉച്ചയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി. കണ്ടോ, ആ ഹോട്ടലിലുള്ള വാൾ പെയിൻറ്റിംഗ് ആണ്. എല്ലാം കൈകൊണ്ട് വരച്ചേക്കുന്ന പെയിൻറ്റിങ്സാണ്. എന്ത് രസമാണല്ലേ കാണാനായിട്ട്. എനിക്കിങ്ങനെ പെയിൻറ്റിങ്സ് കാണാനായിട്ട് ഭയങ്കര, പ്രത്യേകിച്ച് ഇങ്ങനെ പണ്ടത്തെ ചന്ത, മീൻ ചന്ത, പിന്നെ എന്താണ് കർഷകരുടെയൊക്കെ പടങ്ങളൊക്കെ വരച്ച് വെച്ചേക്കില്ല, അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഊണ് കഴിക്കാനായിട്ട് ഇരുന്ന് കേട്ടോ. അപ്പോൾ ഇലയൊക്കെ ഇട്ടപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ആലോചിക്കുകയാണ്, ദൈവമേ ഇന്നലെ ഇലയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ചെന്നിരുന്നപ്പോൾ ഇന്നലത്തെ ഊണ് ഫുൾ പുളിമയമായിരുന്നു. ഇന്നിനി എന്താകുമെന്ന് അറിഞ്ഞൂടാത്തൊരവസ്ഥയിലാണ് ഞാൻ ചെന്നിരുന്നത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ അച്ചാർ 2 കൂട്ടം അച്ചാറൊക്കെ വിളമ്പിയേട്ടാ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് അടുത്ത് എന്താ കറിയെന്ന്. അപ്പോൾ അവിയലൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അപ്പം ഞാൻ കുറച്ച് ഹാപ്പി. അവിയൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ചധികം കറികളുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് വെണ്ടയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് വെണ്ടയ്ക്കയാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് വെണ്ടയ്ക്ക. അപ്പോൾ വെണ്ടയ്ക്ക കൊണ്ടിട്ട് ഒരു മസാല കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ പയർ തോരൻ ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാർ, കിച്ചടി, അവിയൽ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് വെണ്ടയ്ക്ക കറി, അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സത്യമായിട്ടും ടെൻഷൻ അടിച്ചിട്ടാണ് കഴിച്ചത്. ഇത്രയും കറികളൊക്കെ ഉണ്ട്, പക്ഷെ കൊള്ളാവോ ഇല്ലെന്ന് അറിയില്ലല്ലോ. പക്ഷേ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഈ പപ്പടവും വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുശാലായില്ലേ. മീൻചാറുണ്ടായിരുന്നു, പുളിശ്ശേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ സാമ്പാർ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ സാമ്പാറാണ് കഴിച്ചത്. അവിയൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പിന്നെയും ചോദിച്ച് വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഞങ്ങൾ മീൻ കറിയും മീൻ ഫ്രൈയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കേര ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ നെയ്മീൻ ചൂരയാണ് ഇവിടെ അവർ കേര എന്ന് പറയുന്നത്. അപ്പോൾ കേര കറിയും ചാള വറുത്തതുമാണ് ഓർഡർ ചെയ്തത്. ചാള വറുത്തതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നേ. അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വറുത്തിട്ടാണ് തോന്നുന്നു. ഇങ്ങനെ മുകൾ വശമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട്, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനായിരുന്നു. ഞാൻ ഭയങ്കര ഫുഡിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എനിക്ക് നല്ല ഭക്ഷണം കിട്ടിയാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലെന്ന് പറയുമ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് കഴിക്കണത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ടേസ്റ്റും ക്വാളിറ്റിയും ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള ആഹാരം തരണ്ടേ. പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ് കേട്ടോ. പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ കുറച്ചുകൂടെ ഹാപ്പി ആക്കിയത്, കഴിച്ച് കഴിഞ്ഞതും പായസം കൊണ്ടുവന്നു. അരിപ്പൊടി പായസം. അരിപ്പൊടിന്ന് നമ്മുടെ അരി ഉണ്ടല്ലോ, എന്തരി, പൊടിയരിയുടെ പായസമായിരുന്നേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് 1-2 സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് സന്ധ്യ ആയപ്പോഴത്തേനാണ് വീട് നോക്കാനായിട്ട് പോയത് കേട്ടോ. അപ്പോൾ കഴിച്ച് ഇതാണ് വീട്. കണ്ടോ, സിറ്റ് ഔട്ട്, സോപാനമൊക്കെ ഉള്ള ഒരു ടൈപ്പിലെ സിറ്റ് ഔട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സോപാനം വരുന്ന തരത്തിലുള്ളൊരു വീട്ടിൽ താമസിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഹാളിലോട്ടാണ് കയറുന്നത്. ഹാളിൽ ചെറിയൊരു പൂജാ സ്പേസ് ഉണ്ട്. പിന്നെ അതിനോട് കണക്ട് ചെയ്തൊരു എൽ ഷേപ്പിലായിട്ട് ഒരു ഡൈനിങ് സ്പേസും കൂടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഹാളിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി ചെയ്യുന്ന തരത്തിൽ ഒരു ബെഡ്റൂം ഉണ്ട്. അങ്ങനെ 2 ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. ഡൈനിങ് സ്പേസിൽ നിന്ന് എൻട്രി ചെയ്യുന്ന തരത്തിൽ ഒരു ബെഡ്റൂം. അപ്പോൾ ഹാളിൽ നിന്ന് എൻട്രി ചെയ്യുന്ന ബെഡ്റൂം ഇതാണ്. ഇതിൽ 3 ഡോറിൻ്റെ അലമാരയല്ല, ജനൽ വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു കബോർഡൊക്കെ വരുന്നുണ്ട്. ആക്ച്വലി ഉണ്ടല്ലോ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇന്നെടുത്തതല്ല, വീട് ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ എടുത്തതാണ്. ഇന്ന് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. ഞാൻ വന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും വീട് കണ്ടതിൻ്റെ ആ ഒരു ഇതിൽ, പിന്നെ താക്കോല് വാങ്ങിക്കണം എന്നുള്ള ധൃതി, പിന്നെ കുറച്ച് ലേറ്റായിട്ട് എത്തി, അതിൻ്റെയൊക്കെ ഒരു ധൃതിയിൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് വീട് കാണിച്ചു തരണമല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ച വീഡിയോ, ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എം ടി ആയിട്ടുള്ള വീടിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റ് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു കുട്ടി ബാത്റൂമും വരുന്നുണ്ട്. സെക്കൻഡ് ബെഡ്റൂമാണ് ഇത്. ഡൈനിങ് സ്പേസിൽ നിന്ന് എൻട്രി ചെയ്യണം. അവിടെ ഒരു ബെഡും ഒരു ടേബിളും കിടപ്പുണ്ട് ഓൾറെഡി. പിന്നെ നമ്മുടെ വാളിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ സ്ലൈഡിങ് ഡോറ് വരുന്ന തരത്തിലുള്ളൊരു
ഫുൾ ലെങ്തിലുള്ള ഒരു അലമാര വരുന്നുണ്ട്. ഇവിടെ 4 ഡോറിൻ്റെ ജനലും വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല വെട്ടായിരിക്കും. പിന്നെ ഇത് അതിനോട് ചേർന്നിട്ട് അറ്റാച്ച്ഡ് ആയിട്ടൊരു ചെറിയൊരു ബാത്റൂമും വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ജനലുകൾ കൂടുതലുള്ള വീട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെട്ടവും വെളിച്ചമൊക്കെ കൂടുതൽ കിട്ടുമല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലോട്ടാണ്. അവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെയും 3 ഡോറിൻ്റെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വലിയ ജനലാണ്. പിന്നെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഒരു പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ വെക്കാൻ പറ്റുമെന്ന് നോക്കണം കേട്ടോ. പിന്നെ നേരെ കിച്ചണിലോട്ടാണ് കയറുന്നത്. കിച്ചണിൽ ഒരു നോർമൽ കിച്ചണാണ്. വുഡ് വെച്ചിട്ടാണ് കബോർഡ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മുകളിലും ഇച്ചിരി കബോർഡ്സ് ഒക്കെ ഉണ്ട്, ഷെൽഫൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡിലും ഉണ്ട് കേട്ടോ കബോർഡ്സ്. ഇവിടെയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കണ്ടോ, 3 വലിയ ജനൽ ഉണ്ട് കിച്ചണിലോ. അപ്പം നല്ല വെട്ടം എടുക്കും. അത് പിന്നെ ഈ വുഡിൻ്റെ കബോർഡ്സ് ആണ് ചെയ്തേക്കുന്നതെങ്കിലും അകത്ത് സ്റ്റീലിൻ്റെ സ്റ്റോറേജ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ എന്താണ് കബോർഡിനുള്ളിൽ തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് എളുപ്പമായി. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മുടെ പാൻട്രി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കണക്കിന് ഫുൾ ലെങ്തിലൊരു വലിയൊരു കബോർഡും അവർ വോളിനോട് ചേർന്നിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഈ കബോർഡും കൂടെ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഫ്രിഡ്ജ് കിച്ചണിൽ ഇരിക്കുന്ന കോളില്ല. അപ്പോൾ ഡൈനിങ് സ്പേസിൽ വെക്കേണ്ടി വരും ഫ്രിഡ്ജ് എന്നാണ് തോന്നുന്നത്. ആ ഫ്രിഡ്ജ് വെക്കാനായിട്ടൊരു സ്പേസ് ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇതേ പുറത്തോട്ടുള്ള എൻട്രൻസ് ഇതാണ്. പുറത്തോട്ട് വാതിൽ തുറന്നാലുണ്ടല്ലോ ഒരു മതിലിൻ്റെ വ്യത്യാസത്തിൽ അടുത്ത വീടാണ്. എറണാകുളത്തൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ചെറിയ ചെറിയ സ്പേസസ് ആയിരിക്കും. ഒത്തിരി സ്പേസ് എന്താണ് അടുത്ത വീടുമായിട്ട് സ്പേസ് വളരെ കുറവായിരിക്കും. കണ്ടോ, ഒരു മതിലിൻ്റെ വ്യത്യാസമുള്ള അടുത്ത വീടിൻ്റെ മുറ്റാണ്. ഇനി അവരുമായിട്ടൊക്കെ പരിചയപ്പെടണം. അപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കുമ്പോഴത്തേന് ഇതേ ഒരു കിണറുണ്ട്. കിണറ്റിൽ നിന്നും വെള്ളം വരുന്നുണ്ട്, ലൈൻ പൈപ്പിൽ നിന്നും വെള്ളം വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ ഇതേ കണ്ടോ ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഏത് സ്പേസാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ദേ പോയൊരു കോഫിയൊക്കെ കുടിച്ച് നേരെ റൂമിലോട്ട് പോവുകയാണേ. അങ്ങനെ വീട്ടിലൊക്കെ പോയി വീടിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. എനിക്കിങ്ങനെ എംറ്റി ആയിട്ട് കിടക്കുന്ന വീടിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നത് ഞാൻ മറന്നുപോയി. ഒന്നാമത്തെ കാര്യം ലേറ്റായി, ഒരുപാട് ലേറ്റായിട്ടാണ് അവിടെ ചെന്ന് കയറിയത്. അപ്പോൾ പെട്ടെന്നൊന്ന് കണ്ടിട്ട് ഇറങ്ങണമെന്നുള്ളതായിരുന്നു. പക്ഷെ നമുക്ക് താക്കോല് കിട്ടി വീടിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്, നല്ല വിശക്കണുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് കുളിച്ചിട്ട് വരാം. വേറെ ഡ്രസ്സില്ല മാറാനായിട്ട്, ഈ ഡ്രസ്സ് തന്നെ ഇടണം. അതാണ് ദാരിദ്ര്യം. അപ്പോൾ കുളിച്ചിട്ട് വരട്ടെ. ധൃതി പിടിച്ചുള്ള വരവിലുണ്ടല്ലോ, പുറത്തിടുന്ന ഡ്രസ്സ് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. വീട്ടിലിടുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ റൂമിലിടാൻ വേണ്ടിയിട്ട് ഞാൻ 2 എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണോ എന്തോ ഞാൻ അങ്ങനെ എടുത്തതെന്ന് ഞാൻ പിന്നീട് ആലോചിച്ചോട്ടാ. എന്തായാലും ഞാൻ കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. കുളിച്ച് കഴിഞ്ഞപ്പോൾ എന്താ തലയ്ക്ക് വെളിവ് എന്നൊരു ഫീലാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് റെഡി ആവുകയാണ്. കാരണം നമുക്ക് തിരിച്ചു പോകണം, വീട്ടിൽ പോകണം. പിന്നെ വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതേ റെഡിയായി. ആ ഡ്രസ്സ് തന്നെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു കേട്ടോ. റൂമിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്തൊരു ഹോട്ടലിൽ തന്നെ കയറിയിട്ട് ഫ്രൈഡ് റൈസ് വാങ്ങിച്ച് കഴിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്, പക്ഷെ ഇത്രയും കഴിക്കുമൊന്നുമില്ല. ഇതിൻ്റെ ഹാഫേ കഴിക്കുള്ളൂ. നല്ല ചൂട് ഫ്രൈഡ് റൈസ് കണ്ടോ, ആവി പറക്കുന്നത് കണ്ടല്ലേ, കൊതി വരുന്നില്ലേ? എനിക്കിപ്പോൾ കൊതി വരുന്നുണ്ട് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും സോസും കൂടി ആയിട്ടാണ് കഴിച്ചത്. പിന്നെ ഒരു സ്പ്രൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് സ്പ്രൈറ്റിനേക്കാളും മൗണ്ടൻ ഡ്യൂ ഇഷ്ടം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? സ്പ്രൈറ്റ് ആണോ, 7up ആണോ? പിന്നെ പെപ്സി ഇഷ്ടമുള്ളവരുണ്ടോ? എനിക്ക് പെപ്സി ഒന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. നിങ്ങൾ എന്താണ് ഡിന്നർ കഴിച്ചതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീഡിയോസ് എങ്ങനെയുണ്ട്, വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് അറിയാവൂടാ എന്തൊക്കെയാണ് മിസ്റ്റേക്സ് ഉള്ളത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ എനിക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കഴിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വെച്ച് പിടിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് തന്നെ നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുട്ട കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ ഫ്രൈഡ് റൈസിൽ. എനിക്ക് മുട്ട അത്ര ഇഷ്ടമുള്ള ആളല്ല, പൊതുവേ മുട്ടയുടെ ഐറ്റംസ് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് ചെയ്തത്. ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വന്നത് നമ്മൾ കാറിലാണല്ലോ, പക്ഷെ കാറ് തിരിച്ച് കൊണ്ടുപോകുന്നില്ല. നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരാനുള്ളതാണല്ലോ, അതുകൊണ്ട് കാറ് കൊണ്ടുപോകുന്നില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് പോകാനുള്ള ട്രെയിൻ
ട്രെയിനാണ് ഗൈസ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കുണ്ടല്ലോ ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിൽ എത്ര പേർക്ക് ട്രെയിൻ യാത്ര ഇഷ്ടമുണ്ടെന്ന് പറയണേ, പ്രത്യേകിച്ച് രാത്രിയുള്ള യാത്ര. ഇതുണ്ടല്ലോ 1:30 എന്തോ ശബരി അങ്ങണ്ട. ഇതെനിക്ക് ഭയങ്കര മെമ്മറിയുള്ള ട്രെയിനാണ്, എനിക്ക് മറക്കാൻ പറ്റാത്ത ട്രെയിനാണ് കേട്ടോ. അപ്പോൾ ശബരി എന്നാണോ പേരെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ട്രെയിനിൽ കയറി ഒരു ഉറക്കമൊക്കെ ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റാ.